തനതനോ തനതാനേ തലമുറകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന വിദ്യാലയ മുത്തശ്ശി. ഓരോ പ്രഭാതത്തിലും അറിവിന്റെ വെളിച്ചം തേടിയെത്തുന്ന കുരുന്നുകൾ അവർ വിദ്യാലയത്തിന്റെ സജീവ സാന്നിധ്യമായി മാറുന്നു. ഇവിടെ ഒരു ദിവസം ആരംഭിക്കുന്നു. ഓർമ്മകളുടെ നെയ്ത്തിരി നാളങ്ങളിൽ പ്രകാശമാനമായ വിദ്യാലയ ദിനങ്ങളുടെ അടയാളപ്പെടുത്തലുകളായത് മാറുന്നു. പ്രാർത്ഥനാഗീതത്തിന്റെ അർത്ഥതലങ്ങളിലൂടെ, വിനയത്തിന്റെയും സഹനത്തിന്റെയും പാന്താവിലൂടെ, സമഭാവനയിലൂന്നിയ വെളിച്ചമായ കുരുന്നു മനസ്സുകളിലേക്ക് അത് പറന്നെടുക്കുന്നു. ഓരോ പ്രഭാതത്തിലും കുഞ്ഞു മനസ്സുകൾക്ക് മുമ്പിൽ അറിവിന്റെ അക്ഷയകനി മലർക്കെ തുറന്നിടുന്ന അധ്യാപകർ. തലമുറകളുടെ കഥകൾ പറയാനുള്ള മുത്തശ്ശിമാവിന്റെ സാന്നിധ്യവും കുരുന്നു മനസ്സുകളെ മോഹിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന മാങ്ങയും നെല്ലിമരവും വേരയും വാഴയും ഒക്കെ കൊണ്ട് ഹരിതാഭമാർന്ന വിദ്യാലയ അന്തരീക്ഷം. യശശരീരനായ A.P. ഉദയഭാനുവിനെ പോലെയുള്ള മഹാരഥന്മാരുടെ മനസ്സിൽ അറിവിന്റെ അഗ്നി ജ്വലിപ്പിക്കാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ ആത്മകഥയിലൂടെ കടന്നുപോകുമ്പോൾ പരാമർശിക്കപ്പെടുന്ന ഇരട്ടക്കുളങ്ങര ക്ഷേത്രവും നടയവരെ സ്കൂളും മലയാള പാഠപുസ്തകത്തിലൂടെ കേരളമെങ്ങും വായിച്ചു പഠിച്ചതിന്റെ ആഹ്ലാദകരമായ ഓർമ്മയും വിദ്യാലയത്തിനുണ്ട്. ഇതിന്റെ ഗതിവിഗതികളിൽ അക്ഷരക്കൂട്ടങ്ങളുടെ അർത്ഥം പകർന്നു നൽകി ഒരു വടവൃക്ഷമായി പന്തലിച്ചുവെങ്കിലും ഇടയ്ക്കുണ്ടായ തളർച്ചയെ അതിജീവിച്ചുകൊണ്ട് ആധുനികതയുടെ മുഖാവരണങ്ങളിലൂടെ പുതിയ ചരിത്രം രചിക്കുകയാണ് നടേവാല സ്കൂൾ എന്ന നാട്ടുകാരുടെ വിളിപ്പേരുമായി ഒരു ഗ്രാമത്തിന്റെ വെളിച്ചമായി മാറിയ ഗവൺമെന്റ് LP സ്കൂൾ നടുവട്ടം.
അക്കാദമിക നിലവാരം ഉയർത്തുന്നതിൽ അധ്യാപകർ ശ്രദ്ധാലുക്കളാണ്. ഓരോ കുട്ടിയുടെ കാര്യത്തിലും അവർ സജീവമായി ഇടപെടുന്നു. സ്കൂൾ ഭിത്തി ഇന്ന് മനോഹരമാണ്. ഭിത്തിയിൽ കോറിയിട്ട മനോഹര ചിത്രങ്ങൾ പാഠപുസ്തകങ്ങളിലെ ആശയങ്ങളെ കൂടുതൽ സംവേദനക്ഷമമാക്കാൻ സഹായിക്കുന്നു. യുടെയും അധ്യാപകരുടെയും കൂട്ടായ പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും ഫലമായിട്ട് സ്കൂളിന്റെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ മെച്ചപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. സമൂഹത്തിൽ സ്കൂളിനെ കുറിച്ചൊരു നല്ല മതിപ്പുണ്ടാക്കാനായിട്ട് സാധിച്ചു. കുട്ടികളുടെ സമഗ്രമായ വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ട് നിരവധി പരിപാടികൾ സ്കൂളിൽ നടപ്പിലാക്കി വരുന്നു. പഠനവും പരീക്ഷണവും നിരീക്ഷണവും നിർമ്മാണ പ്രവർത്തനങ്ങളുമൊക്കെയായി പഠനമെന്നത് പ്രവർത്തനാധിഷ്ഠിതവും ക്രിയാത്മകവുമായ ഒന്നായി മാറുന്നു. Da da Sari ga ma ga ri, sari ga ri, sari ga ma ri ga. പഠനത്തോടൊപ്പം കുട്ടികളുടെ സർഗാത്മകതയെയും ഭാഷാപരമായ കഴിവിനെയും ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച സർഗ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് ആൻഡ് ലാംഗ്വേജ് നൃത്തം, സംഗീതം, സ്പോക്കൺ ഇംഗ്ലീഷ് എന്നിവയിൽ പരിശീലനം നൽകുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ സംഘടിപ്പിക്കുന്ന പരിശീലന ക്ലാസ്സിൽ നിരവധി കുട്ടികൾ പങ്കെടുക്കുന്നു. അടയ്ക്കാത്ത സ്കൂളായി മാറിക്കഴിഞ്ഞു ഈ വിദ്യാലയം.
ma pa da pa ma pa da ni pa da ni sa ni da pa da ni da pa da ni sa. വിദ്യാലയം എന്ന സങ്കല്പത്തെ അനശ്വരമാക്കിക്കൊണ്ട് അത് സമൂഹത്തിന്റെ ഭാഗമായി മാറുമ്പോൾ സമൂഹം വിദ്യാലയത്തെ ഏറ്റെടുക്കുമെന്ന തിരിച്ചറിവിലൂടെയാണ് ഇന്ന് ഈ വിദ്യാലയം കടന്നുപോകുന്നത്. അധ്യാപകരും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയും പൂർവ്വ വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷികളും സന്നദ്ധ സംഘടനകളുമൊക്കെ ചേർന്നുള്ള കൂട്ടായ പ്രവർത്തനം സ്കൂളിന്റെ പുരോഗതിയെ ഏറെ സഹായിക്കുന്നു. സ്കൂളിൽ ധാരാളം പ്രവർത്തനങ്ങൾ ഞങ്ങൾ നടത്തുന്നുണ്ട്. എങ്കിൽ തന്നെയും അതൊന്നും സമൂഹം അറിയുന്നില്ല. അപ്പോൾ സമൂഹത്തെ ഇതറിയിക്കാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്ന് ഞങ്ങൾ കൂട്ടായിട്ട് ആലോചിച്ചു. അതിൻ്റെ ഫലമായിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വിളിക്കാൻ തീരുമാനിച്ചു. പല കുടുംബശ്രീ യൂണിറ്റുകളുമായിട്ട് ബന്ധപ്പെടുകയും അവരുടെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കുകയും ചെയ്തു. അവരെ ബോധ്യപ്പെടുത്തി. അങ്ങനെ സമൂഹം ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ മനസ്സിലാക്കുകയും പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ തന്നെ ഒരു പ്രൈമറി സ്കൂളാണെങ്കിൽ കൂടി ഞങ്ങളുടെ ഒരാഗ്രഹം SMC അവിടെ പ്രകടിപ്പിക്കുകയും സ്കൂളിന് സ്വന്തമായൊരു മൈക്ക് വേണമെന്നുള്ളതായിരുന്നു ആദ്യമായി ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരാഗ്രഹം. അതിനു വേണ്ടിയിട്ട് പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും ഇവിടെ നിന്ന് പോയ അധ്യാപകരും SMC മെമ്പർമാരും അധ്യാപകരും എല്ലാവരും കൂടി ഒത്തുചേർന്ന് സ്കൂളിന് ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചു. സ്കൂളിന്റെ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിൽ പൂർവ്വ വിദ്യാർത്ഥികളും പൊതുസമൂഹവും ഉറച്ച പിന്തുണ നൽകുന്നു. സർവശിക്ഷ അഭിയാൻ 1 ലക്ഷം രൂപ നൽകിയപ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളുടെ സഹായത്തോടെ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അധ്യാപകരുടെ സഹായ സഹകരണത്തോടെ ഏകദേശം 1.5 ലക്ഷത്തോളം രൂപ ചിലവാക്കി വിദ്യാലയത്തെ ശിശു സൗഹൃദമാക്കി മാറ്റാൻ കഴിഞ്ഞു. സ്കൂളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഇഷ്ടികയും സിമന്റും കൂടാതെ ഉച്ചഭാഷിണി സ്കൂൾ മനോഹരമാക്കാനുള്ള പൂച്ചട്ടിയും സ്കൂളിനെ പ്രകാശമാനമാക്കാനുള്ള വൈദ്യുത ബൾബുകളും ലൈബ്രറിക്ക് വേണ്ട ഫാനും അവർ നൽകുന്നുവെന്ന് മാത്രമല്ല, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, ബുക്കുകൾ, ഭക്ഷണം കഴിക്കാനുള്ള പ്ലേറ്റുകൾ, ഓണസദ്യ, പ്രീ പ്രൈമറിക്ക് വേണ്ട കസേരകളെല്ലാം തന്നെ സ്കൂളിന് നൽകാൻ അവർക്ക് കഴിഞ്ഞു. സ്കൂള് സമൂഹത്തിന്റെ ഭാഗമാകുമ്പോഴാണ് സമൂഹ സ്കൂളിനെ ഏറ്റെടുക്കുക. ഇവിടെ നടന്ന പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ വിലയിരുത്തുന്നത് അത്തരത്തിലുള്ളൊരു സാമൂഹ്യമായ ഇടപെടൽ സ്കൂളിലുണ്ടായിരുന്നു. ഇത്തരം സാമൂഹ്യമായ ഇടപെടലാണ് സ്കൂളിന്റെ പുരോഗതിക്ക് കാരണമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും ഇവിടുത്തെ സന്നദ്ധ സംഘടനകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എന്നിവരുൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഇപ്പോഴും തരുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു സാമൂഹികമായ സപ്പോർട്ട് സ്കൂളിൻ്റെ വളർച്ചയെ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും സഹായിക്കാനുള്ള സന്നദ്ധതയുമായി ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളും നാട്ടുകാരും മറ്റ് അഭ്യുദയകാംക്ഷികളും മുന്നോട്ടേക്ക് വരുന്നുണ്ട്. അത് സ്കൂളിനെ സമൂഹം ഏറ്റെടുത്തു എന്നതിന് ഏറ്റവും വലിയ തെളിവ് കൂടിയാണ്. സൈബർ ലോകത്ത് സ്കൂൾ ഇന്ന് സജീവമാണ്. മയിൽപീലി എന്ന പേരിൽ glps.weebly.com എന്ന സൈറ്റ് അഡ്രസ്സോടുകൂടിയ വെബ്സൈറ്റ് സ്കൂളിനുണ്ട്. അഡ്മിഷനും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും പരാതികൾ നൽകാനും ഓൺലൈനായി ഇതുമൂലം സാധിക്കും.
സോഷ്യൽ മീഡിയ രംഗത്തും സ്കൂൾ സജീവമാണ്. www.mailpili.nvm.blogspot.in എന്ന അഡ്രസ്സോടുകൂടിയ മയിൽപീലി എന്ന ബ്ലോഗും GLPS നടുവട്ടം എന്ന പേരിലുള്ള ഫേസ്ബുക്ക് പേജും സ്കൂൾ ആരംഭിച്ചിട്ടുണ്ട്. അജ്ഞതയെന്ന അന്ധകാരത്തെ അകറ്റി അറിവിന്റെ ആയുധമണിയിക്കാൻ വായനയുടെ ലോകം കുട്ടികൾക്ക് മുന്നിൽ തുറക്കപ്പെടണമെന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ സ്കൂളിൽ പുതിയ ലൈബ്രറി എന്ന ആശയം സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ സാമ്പത്തിക സഹായത്തോടെ നടപ്പിലാക്കി വരുന്നു. ഇതിനുവേണ്ട പുസ്തകങ്ങളും മറ്റ് സംവിധാനങ്ങളുമായി പൂർവ്വ വിദ്യാർത്ഥികളും അഭ്യുദയകാംക്ഷികളും എത്തിക്കഴിഞ്ഞു. സ്കൂളിന്റെ വികസനത്തിൽ പള്ളിപ്പാട് ഗ്രാമപഞ്ചായത്ത് എല്ലാവിധ പിന്തുണയും നൽകുന്നു. പ്രീ പ്രൈമറി വിദ്യാഭ്യാസ രംഗത്തും സ്കൂൾ മുന്നോട്ടു പോയി കഴിഞ്ഞു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് മികച്ച പഠന രീതികളും കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനു വേണ്ട ശ്രദ്ധയും ഇവിടെ നൽകുന്നു. സ്കൂള് എന്നൊക്കെ നമ്മുടെ ഈ സ്കൂള് പള്ളിപ്പാട് ഗ്രാമത്തിൻ്റെ ഒരു അനുഗ്രഹം. ഞാൻ എൻ്റെ പൂർവികരായിട്ട് എനിക്കറിയാവുന്ന എൻ്റെ അച്ഛനും അമ്മ, എൻ്റെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ഇപ്പോൾ എനിക്കറിയാവുന്നവരും പഠിച്ചിരുന്നവരും വളരെ മഹത്തായ പാരമ്പര്യമുള്ള ഒരു സ്കൂളാണ് ഈ സ്കൂൾ. കഴിഞ്ഞ 12 കൊല്ലത്തിനുള്ളിൽ ഈ സ്കൂളിന് അഭൂതപൂർവമായ ഒരു വികസനമാണ് ഉണ്ടായിട്ടുള്ളത്. കുട്ടികളുടെ പൊതുവായ അവരുടെ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതിനായ എല്ലാ സാഹചര്യങ്ങൾക്കും വേണ്ട പ്രചോദനം നൽകി നടത്തിക്കൊണ്ടു പോകുന്ന ഇപ്പോഴത്തെ SMC, അതിന് മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന PTA-കളും എല്ലാം വളരെ നിശ്ചർത്ഥമായ സേവനങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഇപ്പോഴ് എൻ്റെ മകള് ഇവിടെ UKG-ക്ക് പഠിക്കുന്നു. പിന്നെ പോരാത്തതിന് അതിന് മുമ്പ് തന്നെ പലരും പല കോഴ്സുകൾ, അതായത് ഡാൻസ്, പാട്ട്, പിന്നെ മറ്റ് കുട്ടികളുടെ ആകെയായിട്ടുള്ള ഒരു വികസനത്തിന് ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന SMC-ക്കും നിലവിലെ ടീച്ചേഴ്സ് അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന എല്ലാ സപ്പോർട്ടുകളും ഇവയൊക്കെ ഈ സ്കൂളിൻ്റെ ആകെ മൊത്തം വികസനത്തിന് ഒരു മുതൽക്കൂട്ടായിട്ട് മാറും. ഞാൻ ഈ സ്കൂളിൽ കുട്ടിയെ വിടാൻ കാരണം ഗവൺമെൻറ് സ്കൂളിൽ പഠിച്ചാണ് ഞാൻ വളർന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഗവൺമെൻറ് സ്കൂളിൽ ഉന്നതമായ വിദ്യാഭ്യാസമുണ്ട്, മെച്ചപ്പെട്ട വിദ്യാഭ്യാസമാണെന്നുള്ള തിരിച്ചറിവുള്ളതുകൊണ്ടാണ് ഞാൻ ഈ സ്കൂളിലേക്ക് എൻ്റെ കുട്ടിയെ വിട്ടത്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ചുറ്റുപാടും ഗ്രാമീണതയുടെ നിഷ്കളങ്ക സൗന്ദര്യവും ശാന്തമായ പഠനാന്തരീക്ഷവും
കുട്ടികളുടെ പഠനം കൂടുതൽ ആഹ്ലാദകരമാക്കി തീർക്കുന്നു. കൂടുതൽ കരുത്തോടെ AP ഉദയഭാനുവിനെ പോലെയുള്ള മഹാരഥന്മാർക്ക് അറിവ് പകർന്ന ഈ സർക്കാർ വിദ്യാലയം കൂടുതൽ മുന്നോട്ടേക്ക് കുതിക്കുകയാണ്. ഒരു സമൂഹത്തെ അറിവിന്റെ ആയുധമണിയായി.